നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതിയിൽ വിതരണം ചെയ്ത 30 ആടുകളിൽ 24 ചത്തതായി പരാതി. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ വില്ലേജ് ഓഫീസ് ഉപരോധം ആരംഭിച്ചു. എഐവൈഎഫിന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. വാർത്തകൾ വിശദമായി. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതിയിൽ വിതരണം ചെയ്ത ആട്ടിൻകുട്ടികളിൽ ഭൂരിഭാഗവും ചത്തതായി പരാതി. വിതരണം ചെയ്ത 30 ആട്ടിൻകുട്ടികളിൽ 24 എണ്ണവും ചത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതിയിൽ വിതരണം ചെയ്ത ആട്ടിൻകുട്ടികളാണ് ചത്തത്. 30 വിദ്യാർത്ഥികൾക്ക് ആടുകളെ വിതരണം ചെയ്തുകൊണ്ട് കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു. 1000 രൂപയും ട്രാവലിംഗ് ചിലവും ഉൾപ്പെടെ 1050 രൂപ നൽകിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ ആടുകളെ വാങ്ങിയത്. 30 ആടുകളിൽ 24 എണ്ണവും ചത്തതായാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആടുകളിൽ ഏറെയും രോഗം ബാധിച്ചവയായിരുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതിയിൽ കൊല്ലം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദ്യാലയമാണ് പുന്നല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആടുവിതരണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവയിൽ പലതും ചത്തു തുടങ്ങി. ആടുകളെ വീടുകളിൽ കൊണ്ടുചെന്ന ദിവസം മുതൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ആദ്യം ഉദ്ഘാടനം അന്ന് ആടിനെ കെട്ടി. അന്ന് ഞങ്ങൾ കൊണ്ടുപോയ വഴിക്ക് തന്നെ ആടിന് ഇളക്കമായി വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞാൽ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇളക്കം നിന്നില്ല. വീണ്ടും ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ അങ്ങോട്ട് ചോദിച്ച് നിങ്ങൾക്ക് ആടിനെ തന്നത് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ടാണ് ആടിനെ തന്നെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞില്ലെന്ന്. അതെന്താ നിങ്ങൾ ഡോക്ടറെ വിളിച്ച് കാണിക്കാതെ എന്തിനാ നിങ്ങൾ ആടിനെ വാങ്ങിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട് ചത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് പരാതി പറഞ്ഞു. 2-3 ട്രിപ്പ് ഒന്ന് പരാതി പറഞ്ഞിട്ട് അത്ര ഇതായില്ല. 3ാമത്തെ ട്രിപ്പ് അവർ ഞങ്ങളോട് പറഞ്ഞ് ഫോട്ടോ എടുത്ത് അപേക്ഷ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപേക്ഷ എഴുതിക്കൊടുന്ന് ഫോട്ടോ 220 രൂപ കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് അന്ന് ഇവിടെ പ്രിൻസിപ്പലില്ലായിരുന്നു. അന്ന് ഞങ്ങൾ തിരിച്ചു പോയി വേറെ ടീച്ചറെ വിളിച്ച് ചോദിച്ച് ഞങ്ങൾ ഈ അപേക്ഷ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, ഞങ്ങളോട് തരേണ്ട അപേക്ഷ പെൻസറിൽ വേണം കൊടുക്കാനെന്ന് പറഞ്ഞു. പെൻസറിൽ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ അവിടുന്ന് ആടിന് തന്നത്. അങ്ങനെ അത് തന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി എൻ്റെ ആട് ഞായറാഴ്ച ഒന്ന് ചത്ത്, തിങ്കളാഴ്ച ചത്തിരുന്നെങ്കിൽ അന്ന് തന്നെ കൊണ്ടുവന്നതിനായിരുന്നു. അതിന് തൊട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇവരുടെ ചത്ത്. ഞങ്ങൾ തൊഴിലുറപ്പിന്റെ കാശ്, ഈ തൊഴിലുറപ്പിന്റെ പൈസ, ജോലിക്ക് പോയി വന്ന പൈസ ഇട്ട് ഞങ്ങൾ കൂലിപ്പണി ചെയ്ത് ഈ ആടിനെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് പൈസ കിട്ടണം. 500 രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്. 500 രൂപ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെലവായിട്ടുണ്ട്. ആശുപത്രിയിൽ പോയി കൊണ്ടുപോകുന്നതിന് മുമ്പേ ആടുകളെ ചാവുന്ന രീതിയിലും അതേപോലെ അസുഖം ബാധിച്ചാണ് ആടുകളെ തന്നത്. പരിശോധനകളൊന്നുമില്ലാതെയാണ് ആടുകളെ തന്നത്. അവിടെ 4 ആടുണ്ട് നമ്മുടെ വാർഡിൽ കിട്ടിയത്. ആ 4 ആടും ഇതുപോലെ വെള്ളം കുടിക്കാതെ തീറ്റുന്നത് ഇങ്ങനെ ചാവുക പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുക. അത് ചത്തുപോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തിരിച്ചു തന്നാൽ ഞങ്ങൾ ആട് കൊടുക്കാൻ തയ്യാറുണ്ട്. ആടുകൾ കൂട്ടമായി ചത്തു തുടങ്ങിയതോടെ ആടിനെ ലഭിച്ചവരും പ്രദേശത്തെ യൂത്ത് കോൺഗ്രസുകാരും പ്രതിഷേധവും ആക്ഷേപവുമായി രംഗത്തുവന്നു. ആടുകളെ വിതരണം ചെയ്തതിൽ അഴിമതിയുള്ളതായും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വിതരണം ചെയ്യപ്പെട്ട ആടുകൾക്ക് ഇൻഷുർ ഇല്ലാത്തതിനാൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചു. പണം നൽകി ആട് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ശരിയായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പുന്നല ഉല്ലാസ് കുമാറും പുന്നല മണ്ഡലം പ്രസിഡന്റ് ഹുനൈ സാഹിബും മുഹമ്മദ് റഫീഖും പറഞ്ഞു. ഇവിടെ 30 ആടിനെ വിതരണം ചെയ്തപ്പോൾ 30 ആടിൽ 22 ആടും ചത്തു. ഞങ്ങൾ ഈ മീറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ വ്യക്തി വിതരണം ചെയ്യുന്ന ഒരു ഫാമിൽ നിന്നാണ് ഈ ആടിനെ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിന് സാധാരണ സർക്കാരോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് പദ്ധതികളിൽ കൂടി വിതരണം ചെയ്യുന്ന നാൽക്കാലികൾക്ക് ഇൻഷുർ പദ്ധതി ഏർപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ സ്കൂളുകളിൽ കൂടി വിതരണം ചെയ്ത ഈ ആടിനെ ഇൻഷുർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതാപരമാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഫാമുകൾ തൊട്ടടുത്ത് തന്നെയുണ്ട്.
നമ്മുടെ സർക്കാരിന്റെ ഫാമുകളിൽ നിന്നും ഒന്നും ആടുകളെ മേടിക്കാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും ആടിനെ മേടിച്ച് വിതരണം ചെയ്തതിൽ അഴിമതിയുണ്ട് എന്നുള്ളത് സത്യമാണ്. പരിഹാര മാർഗം എന്നുള്ള നിലയിൽ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുക. ഇത് ഈ വിതരണം ചെയ്ത ആടിനെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കാതെയും ഒക്കെയാണ് ഇതിനെ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ ആട് വിതരണത്തിൽ വൻ അഴിമതിയുണ്ട്. എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധമായ അനാസ്ഥയും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ അനിൽകുമാർ പറഞ്ഞു. 30 ആടുകളെ വിതരണത്തിനായി ലഭിച്ചിരുന്നു. കുട്ടികളിൽ കൃഷിയോടും മൃഗസംരക്ഷണത്തോടുമുള്ള താല്പര്യം വളർത്തുക എന്ന പദ്ധതിയായതിനാൽ വളരെ പ്രയോജനകരമായ ഒരു പദ്ധതി എന്ന നിലയിൽ നമ്മൾ ഈ സ്കൂളിലും 30 ആടുകളെ നമ്മൾ വാങ്ങുകയും 30 വിദ്യാർത്ഥികൾക്ക് നമ്മളത് വിതരണം ചെയ്യുകയും ചെയ്തു. ഒരാടിൻ്റെ വില 1000 രൂപയാണ്. അങ്ങനെ കുട്ടികളിൽ നിന്ന് ലഭിച്ച ആ വില അതേ ദിവസം തന്നെ 1000 രൂപ വീതം തന്ന കുട്ടികളുടെ പൈസ കളക്ട് ചെയ്ത് അന്നേ ദിവസം തന്നെ നമ്മൾ അവരുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേരിൽ അയച്ചു കൊടുക്കുകയും 19/11 30 ആടുകളെ വിതരണത്തിനായി നൽകുകയും ചെയ്തു. 19/11 തന്നെ ഈ ആടുകളെ വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിലേതാനും ആടുകൾ ചത്തുപോയെന്നും ചില എണ്ണത്തിനൊക്കെ രോഗബാധിതയുണ്ടെന്നുമാണ്. നമ്മൾ ഈ മീറ്റ് ഇന്ത്യ പ്രോഡക്റ്റിന്റെ ജനറൽ മാനേജർക്ക് കത്ത് എഴുതി വിവരം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സോളാർ തട്ടിപ്പ് കേസ് മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യ രശ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സരിതയെ പ്രതി ചേർക്കണമെന്ന ഹർജി കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ക്രൈം പത്രാധിപൻ നന്ദകുമാറിന്റെ ഹർജിയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. രശ്മി വധക്കേസിൽ സരിതയെ പ്രതി ചേർക്കണമെന്ന ഹർജി ബുധനാഴ്ചത്തേക്ക് മാറ്റി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യ രശ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സരിത എസ് നായരെ പ്രതി ചേർക്കണമെന്ന ക്രൈം പത്രാധിപർ നന്ദകുമാറിന്റെ ഹർജിയാണ് വിചാരണ കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ സരിത എസ് നായർ കോടതിയിൽ ഹാജരായിരുന്നു. സരിതയ്ക്കു വേണ്ടി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് 2 ആഴ്ച അനുവദിക്കണമെന്ന് അവരുടെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. തുടർന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അശോക് മേനോൻ ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. രശ്മി വധക്കേസ് വിചാരണയുടെ ഭാഗമായി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് പുറമെ പ്രതിഭാഗത്തിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ഇല്ലെന്നായിരുന്നു മറുപടി. ഇതേ തുടർന്ന് പ്രതിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജും BN ഹസ്കറും കോടതിയിൽ ഹാജരായി. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് സരിതയ്ക്ക് വേണ്ടി ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്ന അന്തരിച്ച ഖാദർ അലിയുടെ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്തു. ഇടമൺ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തുക കുടുംബത്തിന് കൈമാറിയത്. കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഖാദർ അലിയുടെ കുടുംബസഹായ ഫണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുടുംബത്തിന് കൈമാറി. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടമൺ ജംഗ്ഷനിൽ വെച്ച് നടത്തിയ ചടങ്ങിലാണ് മന്ത്രി ഫണ്ട് കൈമാറിയത്. കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റി സ്വരൂപിച്ച 4 ലക്ഷം രൂപയും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയും ഉൾപ്പെടെ 5 ലക്ഷം രൂപയാണ് ഖാദർ അലിയുടെ കുടുംബത്തിന് കൈമാറിയത്. ഇത്തരത്തിൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്നും മുന്നിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. എത്രയോ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിനു വേണ്ടി, അതത് പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മാധ്യമമായി വിനിയോഗിക്കുന്നതിനു വേണ്ടി നമ്മുടെ സഹപ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ള വളരെ ദീർഘമായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടു കൂടി അഭിമാനപൂർവ്വം അനുസ്മരിക്കുകയാണ്. ചടങ്ങിന് കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് A.T. ഫിലിപ്പ് അധ്യക്ഷനായി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം MP N. പീതാംബരക്കുറുപ്പ്, KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ, KPCC സെക്രട്ടറിമാരായ പുനലൂർ മധു, ചാമക്കാല ജ്യോതികുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ, UDF പുനലൂർ മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, DCC വൈസ് പ്രസിഡന്റ് അഞ്ചൽ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ വില്ലേജ് ഓഫീസ് ഉപരോധം ആരംഭിച്ചു. പുനലൂർ വില്ലേജ് ഓഫീസിന് മുൻപിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു.
കേരള കർഷക സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന രാപ്പകൽ വില്ലേജ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായി പുനലൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച രാവിലെ 10 വരെയാണ് ഉപരോധം. പുനലൂരിൽ നടന്ന രാപ്പകൽ ഉപരോധം സംഘാടക സമിതി പ്രസിഡന്റ് വിജയൻ ഉണ്ണിത്താന്റെ അധ്യക്ഷതയിൽ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെയും കൃഷിക്കാരെയും ശത്രുക്കളായി കണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തി ഒന്നിനു പിറകെ മറ്റൊന്നായി ജനദ്രോഹ നയങ്ങളുടെ തീവ്രത പെയ്യിക്കുക എന്ന് പറയുന്ന അത്യപൂർവമായ ഒരു അനുഭവം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായാലും വില എല്ലാത്തിനും കൂടുകയാണ്. കുറച്ച് സാധനങ്ങൾക്ക് വില കുറയ്ക്കണമല്ലോ. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്, മൻമോഹൻ സിംഗും അദ്ദേഹവും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചതാണ് റബ്ബറിന് വില കുറയ്ക്കാൻ തീരുമാനിച്ചു. റബ്ബർ വില തടയുക, റബ്ബർ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുക, റബ്ബർ കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വില്ലേജ് ഓഫീസ് രാപ്പകൽ ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടക സമിതി സെക്രട്ടറി B ദിനേശൻ, CITU ഏരിയ സെക്രട്ടറി PS ചെറിയാൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി രാധാമണി വിജയാനന്ദ്, DYFI ഏരിയ പ്രസിഡന്റ് S ശ്രീജേഷ്, AG സെബാസ്റ്റ്യൻ, UK അബ്ദുൾ സലാം, KA ലത്തീഫ്, വസന്താരഞ്ജൻ, ജിജി K ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണമാണ് ക്ലാസ്സിലൂടെ മുഖ്യമായും ലക്ഷ്യമിട്ടത്. കൌൺസിലിംഗ് ക്ലാസ് ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൌഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണം ലക്ഷ്യമാക്കി നടന്ന കൌൺസിലിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകനായ ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ആധുനിക കാലഘട്ടത്തിന്റെ ചതിക്കുഴികളിൽ വീഴാതിരിക്കുന്നതിന് പാഠ്യേതര വിഷയങ്ങളിൽ പരിജ്ഞാനം നേടണമെന്ന് ഡോക്ടർ MM ബഷീർ പറഞ്ഞു. കൌൺസിലിംഗ് നടത്തി ശരിയായ പ്രഭാവങ്ങളുടെ തിരിച്ചുവിടണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതിന്റെ പേരിലാണ് സൗഹൃദ ക്ലബുകളും ഇത്തരം ക്ലാസുകളും കേരളത്തിലുടനീളം തുടങ്ങുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറി നടക്കണമെന്നും അജ്ഞത അകറ്റി വിജ്ഞാനത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ വളർന്നുവരുന്ന തലമുറയ്ക്ക് കഴിയണമെന്നും ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നതെന്നും സുരക്ഷിതത്വം നഷ്ടപ്പെട്ട സമൂഹത്തിൽ തികഞ്ഞ ജാഗ്രതയോടെ ജീവിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ഡോക്ടർ MM ബഷീർ പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കവും പരിഹരിക്കുന്നതിനായാണ് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സൌഹൃദ ക്ലബ്ബ് രൂപീകരിച്ച് കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മേരി മാത്യു, സൌഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ഷിബി വർഗീസ് തെക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. AYF സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി പുനലൂരിൽ വാളക്കോട് വില്ലേജ് ഓഫീസ്, ഇടമണ്ണിൽ കൃഷിഭവൻ എന്നിവ ഉപരോധിച്ചു. പുനലൂരിലെ ഉപരോധം AYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് R സജി ഉദ്ഘാടനം ചെയ്തു. ഇടമണ്ണിലെ ഉപരോധം AYF പുനലൂർ മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. AYF സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി പുനലൂർ വെസ്റ്റ്, ഈസ്റ്റ്, സൌത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാളക്കോട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് വാളക്കോട് വില്ലേജ് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ AYF പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് റോയി ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ AYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ യുവജനങ്ങളെ നിയമനിരോധനത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും വഞ്ചിക്കുന്നു. UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കും അഴിമതിക്കും എതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ചെറുപ്പക്കാരോട്, കേരളത്തിലെ യുവത്വത്തോട് സ്വീകരിച്ചു വരുന്ന യുവജന വിരുദ്ധ സമീപനങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഈ കേരളത്തിലെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഇന്ന് AYF
കേരളത്തിലെമ്പാടും പ്രാദേശിക തലത്തിൽ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത്. AIYF പുനലൂർ മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാർ, AIYF ഈസ്റ്റ് മുനിസിപ്പൽ സെക്രട്ടറി സുബീഷ്, AIYF നേതാക്കളായ ജയകൃഷ്ണൻ, ലാൽകൃഷ്ണ, നവാബ് ജാൻ, സ്റ്റാൻലിൻ എന്നിവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമൺ കൃഷിഭവനിലേക്ക് യുവജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇടമൺ LP സ്കൂളിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇടമൺ കൃഷിഭവൻ ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. UDF സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനും യുവജന വഞ്ചനയ്ക്കും അഴിമതിക്കും നിയമന നിരോധനത്തിനുമെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. മാർച്ചിനുശേഷം നടന്ന ധർണ AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VS പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. 2.25 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നത്. നമുക്കറിയാൻ കഴിയും, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തെങ്കിൽ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടൊരു മുങ്ങുന്ന കപ്പലായി കേരളത്തിലെ UDF സംവിധാനം മാറുകയാണ്. അതിനകത്ത് തന്നെ പൊട്ടലും ചീറ്റലും തുടങ്ങിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് UDF 2.25 വർഷത്തെ ഭരണത്തിന്റെ ആകെ നോക്കുമ്പോൾ എവിടെയാണ് വികസനം നടന്നത്? കേരളത്തിൽ നമുക്കറിയാൻ കഴിയും, ഓരോ വില്ലേജ് ഓഫീസർമാർ ചെയ്യേണ്ട ജോലിയാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജോലി സ്വപ്നം കണ്ടിരുന്ന യുവജനങ്ങളെ UDF സർക്കാർ വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ധർണയ്ക്ക് AIYF ഇടമൺ വില്ലേജ് സെക്രട്ടറി സുജിത് അധ്യക്ഷനായി. മാർച്ചിൽ CPI AIYF നേതാക്കളായ N കോമളകുമാർ, സുനിൽകുമാർ, ശരത്, ഷൈൻകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. AIYF പ്രവർത്തകരായ പ്രജി, ഹഷീം, രാജീവ്, ഷമീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ കുതിരച്ചിറ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പുനലൂർ ഉപജില്ലാ കലോത്സവത്തിൽ 38 പോയിന്റും ഓവറോൾ 2ാം സ്ഥാനവും നേടിയ കുതിരച്ചിറ ഗവൺമെന്റ് മോഡൽ LPSലെ PTA അംഗങ്ങളും കുട്ടികളും ആഹ്ലാദ പ്രകടനം നടത്തി. ശാസ്ത്രീയ സംഗീതം, മലയാളം പദ്യം ചൊല്ലൽ, ലളിതഗാനം, ദേശഭക്തിഗാനം, സംഘഗാനം എന്നിവയ്ക്ക് A ഗ്രേഡും 1ാം സ്ഥാനവും, ഭരതനാട്യം, ജലച്ഛായം എന്നിവയ്ക്ക് A ഗ്രേഡും 2ാം സ്ഥാനവും, നാടോടി നൃത്തത്തിന് B ഗ്രേഡും ലഭിച്ചിരുന്നു. സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രകടനം കുതിരച്ചിറ ചെമ്മന്തൂർ ചുറ്റി തിരികെ സ്കൂളിൽ സമാപിച്ചു. പ്രഥമാധ്യാപിക E സുധാമ, അധ്യാപകരായ CT വർഗീസ്, MG സിന്ധു, VS റാണി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. PTA അംഗങ്ങൾ ജേതാക്കളെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മഞ്ചള്ളൂർ ചാത്തൻ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണം പൂർത്തിയായി. തന്ത്രിമുഖ്യൻ പറമ്പൂരില്ലത്ത് ത്രിവിക്രമൻ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിഗ്രഹ നിർമ്മാണം പൂർത്തിയായത്. പത്തനാപുരം മഞ്ചള്ളൂർ ക്ഷേത്രത്തിൽ ചാത്തൻ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണം പൂർത്തിയായി. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ചെമ്പ്രാങ്കൊട്ടി എന്നീ വിശിഷ്ടങ്ങളായ 5 ലോഹക്കൂട്ടുകൾ സവിശേഷ അനുപാതത്തിൽ ഉരുക്കി യോജിപ്പിച്ചാണ് ദേവബിംബം നിർമ്മിക്കുന്നത്. ആത്മീയ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാനിരതമായ ചടങ്ങുകളോടെയാണ് ബിംബനിർമ്മാണം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു. തന്ത്രിമുഖ്യൻ പറമ്പൂരില്ലത്ത് ത്രിവിക്രമൻ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ചാത്തൻ സ്വാമിയുടെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചത്. തന്ത്ര തച്ചുശാസ്ത്ര വിധി പ്രകാരം വ്രതനിഷ്ഠയോടെയാണ് പഞ്ചലോഹ വിഗ്രഹം നിർമ്മാണം നടന്നത്. പത്തനാപുരം മഞ്ചള്ളൂർ പ്രദേശത്തെ ക്ഷേത്രവിശ്വാസികളുടെ ആത്മീയവും ഭൌതികവുമായ ഉന്നമനത്തിന് തൃച്ചാത്തമംഗലം ക്ഷേത്രം മുഖ്യ പങ്ക് വഹിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ് നിരവധി ഭക്തജനങ്ങൾ പ്രദേശത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. പത്തനാപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇവർ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്.
കിഴക്കൻ മേഖലയിലെ UDF കമ്മിറ്റിയുടെ നിവേദനം പരിഗണിച്ച് ആഭ്യന്തരമന്ത്രി അന്വേഷണ ഉത്തരവിറക്കിയ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ദിലീപ് കുമാർ ഇനിയും അധികാരത്തിൽ തുടരുന്നത് പത്തനാപുരത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പിരിച്ചുവിടണമെന്നും ബാങ്കിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പഞ്ചായത്തിന്റെയും സഹകരണ വകുപ്പിന്റെയും ചുമതലയിലുള്ള മന്ത്രിമാർക്ക് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതികളുടെ അന്വേഷണ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ദിലീപ് കുമാർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പം ഗ്രാമപഞ്ചായത്ത് അംഗവും സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകി. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദിലീപ് കുമാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, കുറ്റകൃത്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തെ നേരിടാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോൾ അംഗമായിരിക്കുന്ന ശ്രീ ദിലീപ് കുമാർ കേവലം കള്ള വോട്ടിലൂടെ 1, 2, 3 വോട്ടിന് വിജയിച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കുന്ന ദിലീപ് കുമാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനം. ദിലീപ് കുമാർ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ രാജിവെച്ച് അന്വേഷണത്തെ നേരിടാത്തതിൽ പത്തനാപുരത്തെ CPM നേതൃത്വത്തിന് പങ്കുണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷേഖ് പരീദ്, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റോയി ജി ജോർജ്, കോൺഗ്രസ് നേതാക്കളായ PA ഷാജഹാൻ, OM ജമാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ ജനാഭിപ്രായം രേഖപ്പെടുത്താൻ സർക്കാർ നിയോഗിച്ച സംഘം തെന്മലയിൽ തെളിവെടുപ്പിനായി എത്തി. ഉമ്മന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് തെളിവെടുപ്പിനായി എത്തിയത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ ജനാഭിപ്രായം ആരായാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉമ്മൻ കമ്മീഷൻ തെന്മലയിൽ തെളിവെടുപ്പിനായി എത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തെന്മലയിലെത്തിയ 3 അംഗ കമ്മീഷൻ തെന്മല ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ് സംഘടിപ്പിച്ചത്. രാഷ്ട്രീയം മാറ്റിവെച്ച് പത്തനാപുരം താലൂക്കിലെ 8 വില്ലേജുകളിലെ ജനപ്രതിനിധികളും പൊതുജനങ്ങളും കർഷകരും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ പ്രതികൂലിച്ച് ഒറ്റക്കെട്ടായി കമ്മീഷന്റെ മുന്നിൽ പരാതിയുമായി എത്തി. കർഷകരെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാവൂ എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും സർക്കാരിന് സമർപ്പിക്കുന്നതെന്നും കമ്മീഷൻ ചെയർമാൻ ഉമ്മൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് വനം പരിസ്ഥിതി മന്ത്രാലയം 5-6 നിർദ്ദേശങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്കല്ല നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തുള്ള സ്റ്റേറ്റ് എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആ നിബന്ധന ആദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിനല്ല, ചീഫ് സെക്രട്ടറിക്കല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുമല്ല. അതിന്റെ അർത്ഥം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് നടപ്പാക്കാനായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണ വനം പരിസ്ഥിതി മന്ത്രാലയം ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ 2 മാസം കാലാവധി നൽകാറുണ്ട്. അതിന്മേൽ ജനങ്ങൾക്കും ഗ്രാമസഭകൾക്കുമുള്ള അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് 1500 കിലോമീറ്റർ നീളത്തിൽ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ 1,64,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് രൂപം കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതേപ്പറ്റി ആശങ്ക, അല്ലെങ്കിൽ നിങ്ങളിന്ന് ഈ സായാഹ്നത്തിൽ ഇത്രയും പേരോട് ഞങ്ങളെ കേൾക്കാൻ വരത്തില്ലായിരുന്നു. ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത് റിപ്പോർട്ടിന്റെ ഒരു സംക്ഷിപ്തം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതിനോട് മിക്കവാറും പേർക്ക് വായിച്ച് മനസ്സിലായി കാണുമായിരിക്കാം. ഞങ്ങൾ വന്ന ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ടിനെ പ്രതിരോധിക്കാൻ വന്നതല്ല, ഞങ്ങള് ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങളെ സംസ്ഥാന സർക്കാരിന് മനസ്സിലായി ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അപ്പൊ അത് പരിഹരിക്കണം, അത് അവരുടെ നിർദ്ദേശം സ്വീകരിക്കണം. പത്തനാപുരം താലൂക്കിലെ 8 വില്ലേജുകളാണ് പരിസ്ഥിതി ലോല പ്രദേശമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
കസ്തൂരി രംഗൻ റിപ്പോർട്ട് കിഴക്കൻ മേഖലയിൽ പ്രായോഗികമല്ലെന്നും വൻകിട പാറക്കോറികൾ പ്രവർത്തിക്കുന്ന കോന്നി, ചിതറ തുടങ്ങിയ പ്രദേശങ്ങൾ ഒഴിവാക്കിയതിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ നിന്നും താലൂക്കിനെ ഒഴിവാക്കണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ കമ്മീഷന് മുന്നിൽ ആവശ്യപ്പെട്ടു. എനിക്ക് ഒന്നാമത് പറയാനുള്ള കൊല്ലം ജില്ലയിൽ പൂർണ്ണമായും ഇതൊന്ന് ഒഴിവാക്കണം. 2-3 കാരണം കൊണ്ടാണ്. ഇന്ത്യയിലെ ശരാശരി വനമേഖല 19%, കേരളത്തിൽ 29%. പത്തനാപുരം താലൂക്കിലാണ് ഈ പ്രദേശം മൊത്തം. പത്തനാപുരം താലൂക്ക് 49%. പത്തനാപുരം താലൂക്ക് 49, കേരളത്തിൽ 29, ഇന്ത്യയിലെ ശരാശരി 19%. വലിയ പാറക്കോറികളോ മറ്റോ ഒന്നും ഈ പറഞ്ഞ പ്രദേശങ്ങളിലെങ്ങും ഇല്ല എന്നുള്ളത് നമുക്ക് വനത്തിന് ഭീഷണിയായിട്ടുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ഒന്നും പാരിയങ്കാവിലെടുത്താലും അതുപോലെ തെമ്മല എടുത്താലും പറവന്തൂർ എടുത്താലും മറ്റൊന്നില്ല. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ റെഡ് കാറ്റഗറിപ്പെട്ട വ്യവസായങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് തോട്ടം മേഖലയിൽ തോട്ടം ഫാക്ടറികളും കൂടി ചേരുന്നതാണ്. ആ ഫാക്ടറി പ്രവർത്തിക്കാൻ പറ്റും. ഫാക്ടറി പ്രവർത്തിക്കാൻ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്ലാന്റേഷൻ അകത്ത് എങ്ങനെയാണ് നമുക്കത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? ഞാൻ സാറിനോട് ചോദിക്കുകയായിരുന്നു, കശുവണ്ടി ഫാക്ടറി പറ്റുമോ? സാറ് പറഞ്ഞു അതും പാടാണ്. തുടർന്ന് വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധികളും കർഷകരും പൊതുജനങ്ങളും റിപ്പോർട്ടിനെ പ്രതികൂലിച്ച് സംസാരിച്ചു. സെൻസിറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വാചകത്തിലാണ് ഞങ്ങൾക്ക് വളരെ ഗൗരവമുണ്ട്. ഇപ്പൊ മറ്റു പല സ്ഥലത്ത് ടയർ കത്തിച്ചു പൊട്ടിച്ചൊക്കെ ചെയ്തു. ഇവിടെ ജയമോത്സവം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സർവേയുടെ അർത്ഥം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, റബ്ബർ തോട്ടങ്ങളൊക്കെ വനമാണെന്ന് കണ്ടിട്ട് ഈ സർവേയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ 13 വാർഡുകളാണ്. 6 വാർഡുകൾ തോട്ടം മേഖലയാണ്, തേയില, റബ്ബർ തോട്ടമാണ്. 7 വാർഡുകൾ ജനങ്ങൾ കൃഷി ചെയ്ത് താമസിക്കുന്ന മേഖലയാണ്, ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന മേഖലയാണ്. ഇപ്പോൾ തന്നെ ഈ കൃഷിക്കാർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, ജീവിക്കാനേ കഴിയുന്ന അവസ്ഥയല്ല. മൃഗങ്ങളുടെ ശല്യം. ജനവാസ മേഖലയിൽ നിന്നും 150 മീറ്റർ മാറി വനമേഖലയെ മുഴുവൻ എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുമെന്നാണ് അന്നത്തെ ആ ചർച്ചയിൽ സൂചിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ പങ്കെടുത്ത ജനപ്രതിനിധികൾ ഒന്നടങ്കാതെ എതിർക്കുകയും അത് ജനവാസ മേഖലയിൽ നിന്നും 1/2 കിലോമീറ്ററിലോട്ട് മാറി വനമേഖലയെ മാത്രമായി മനുഷ്യ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങൾ അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ കുടിയൊഴിയണം എന്ന ആശങ്ക ജനങ്ങൾ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ പ്രഹസനമാണെന്നും സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുമുള്ള വാദങ്ങൾ യോഗത്തിൽ ഉയർന്നു. എന്നാൽ കമ്മീഷൻ പ്രഹസനമല്ലെന്നും റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇനിയും 2 മാസം കാലാവധി ഉണ്ടെന്നും തെളിവെടുപ്പ് കമ്മീഷന്റെ ശുപാർശ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുമെന്നും കമ്മീഷൻ അംഗം രാജശേഖരൻ പിള്ള മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കമ്മീഷൻ ചെയർമാൻ ഉമ്മൻ വി ഉമ്മൻ ജനങ്ങളുടെ പരാതികൾ ഏറ്റുവാങ്ങുകയും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ജൈവ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മറുപടി നൽകി. ഉമ്മൻ വി ഉമ്മൻ, രാജശേഖരൻ പിള്ള, ഡോക്ടർ സിറേക് തോമസ് എന്നിവരാണ് തെളിവെടുപ്പിനായി എത്തിയത്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, RDO ജോസ് പ്രകാശ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശശിധരൻ, സുഭിലാഷ് കുമാർ, ആനി ജോയ്, മിനി ജോസ്, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതിയിൽ വിതരണം ചെയ്ത 30 ആടുകളിൽ 24 ചത്തതായി പരാതി. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ വില്ലേജ് ഓഫീസ് ഉപരോധം ആരംഭിച്ചു. AIYFന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.